ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനവും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പിൽ മാനസാന്തരത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നമുക്കൊരവസരം ഒരുക്കിയിരിക്കുകയാണ്. മാനസാന്തരപ്പെടാതിരിക്കുന്നത് നാശത്തിന് കാരണമാകും. കർത്താവിൻ്റെ വചനം പറയുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നത്, മാനസാന്തരപ്പെടാതിരിക്കുന്നത് നാശത്തിന് കാരണമാണെങ്കിൽ മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ അത് അനുഗ്രഹത്തിന് മുഖാന്തരമാകും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ് കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ധൂർത്തനായ പുത്രൻ, മുടിയനായ പുത്രൻ. പരിശുദ്ധ സഭയിൽ വലിയ നോമ്പിലെ സന്ധ്യാപ്രാർത്ഥനയിൽ ഇങ്ങനൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, മുടിയനായ പുത്രനെ പോലെ ഞങ്ങൾ സങ്കടത്തോടെ നിൻ്റെ അടുക്കൽ നിലവിളിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗത്തിനും നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു. കൂലിക്കാരെ പോലെയെങ്കിലും ഞങ്ങളെ കൈക്കൊള്ളണമേ. നിൻ്റെ ഭവനത്തിൽ ദാസന്മാരെ പോലെയെങ്കിലും ഞങ്ങളെ കൈക്കൊള്ളണമേ. നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തുള്ള സകല പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച മുടിയനായ പുത്രൻ്റെ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിച്ച ആ ഉപമയിലെ മുടിയനായ പുത്രനെ പോലെ അനുദപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പിതാക്കന്മാർ സുറിയാനി സഭയിൽ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. മുടിയനായ പുത്രനെ പോലെ സങ്കടത്തോടെ നിൻ്റെ അടുക്കൽ നിലവിളിക്കുന്നു, ഞങ്ങൾക്ക് പാപക്ഷമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ മുടിയനായ പുത്രൻ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത് നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും നമ്മുടെ വ്യക്തിപരമായ മാനസാന്തരത്തിനത് മുഖാന്തരമായി തീരും. വിശുദ്ധ ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ഉപമ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ വചനം പറയുന്നു, പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. സ്നേഹവാനായ ഒരപ്പൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു ആദ്യം വെളിപ്പെടുന്നത്. അപ്പോൾ 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളിൽ ഇളയവൻ, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. ന്യായമായ ചോദ്യമാണ് അവൻ ചോദിച്ചത്. ആ പിതാവ് ന്യായത്തിന് ആ മകന് കൊടുക്കാനുള്ള പങ്ക് പകുത്തു കൊടുത്തു. ഇവിടെ ഈ അപ്പൻ എന്ന് പറയുന്നത് പിതാവായ, സ്നേഹവാനായ, ചോദിക്കുന്നവർക്ക് എത്രയോ അധികം നന്മകൾ നൽകുമെന്ന് അരുളി ചെയ്ത പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ പിതാവിലൂടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുന്നത്. നമ്മളെല്ലാവരും കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതാത് സമയത്ത് നാം ചോദിച്ചതിന് തക്കതായ പ്രതിഫലം നൽകിയ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയോ നന്മകൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്, ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് എന്തായിരിക്കുന്നോ അതെല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ ആഗ്രഹിച്ച്, ചോദിച്ച്, പ്രാർത്ഥിച്ച് ദൈവം ദാനമായി നൽകിയ അനുഗ്രഹങ്ങളല്ലേ. അതിലെത്രയോ അധികമായി ചോദിക്കാതെ നമ്മുടെ ആവശ്യങ്ങളെ കണ്ട് അറിഞ്ഞ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന, നമ്മുടെ ആഗ്രഹങ്ങളെ കണ്ട് അറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ പിതാവിലൂടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുന്നത്. ഈ മകൻ എങ്ങനെയുള്ളവനാണെന്നൊന്നും അവിടെ പറയുന്നില്ല. 2 മക്കളിൽ ഒരുവൻ അപ്പനോട് അവൻ അർഹതപ്പെട്ട സമ്പത്ത് അല്ലെങ്കിൽ മുതൽ ചോദിച്ചു.
അപ്പനത് അവൻ അർഹതപ്പെട്ടത് നീതിയും പ്രകാരം അവന് കൊടുത്തു. ഇവിടെ ചോദിച്ചതും കൊടുത്തതും ഒരിക്കലും തെറ്റല്ല. എന്നാൽ അവിടെ സംഭവിച്ച തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നു, ഏറെ നാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റ് എന്ന് പറയുന്നത് അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ അകന്നുപോയി. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു മനുഷ്യൻ പാപം ചെയ്യാൻ കാരണം, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെടാൻ കാരണം, പിശാചിൻ്റെ കയ്യിലൊരു ഉപകരണമായി നിത്യനാശത്തിലേക്ക് നരകത്തിലേക്ക് വീണുപോകാൻ കാരണം ഈ അപ്പനിൽ നിന്ന് ദൂരെ പോയതാണ്. ഇവിടെ അപ്പനിൽ നിന്ന് ദൂരെ പോകുക എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന്, അപ്പൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്ന് മാറിപ്പോവുക. ഇന്ന് പലപ്പോഴും നമ്മൾ പാപം ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നാശം സംഭവിക്കാൻ കാരണം എന്താണ്? വചനം പരിശോധിക്കുമ്പോൾ ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, നമ്മളെ രക്ഷിച്ച് വീണ്ടെടുത്ത യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്ന് നാം അകന്നു പോയതാണ്. ഇവിടെ അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. അവൻ അപ്പൻ്റെ സ്നേഹം നിന്ന് അകന്നു പോയെന്ന് മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ രണ്ടാമത് വന്നൊരു തെറ്റ്, അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. ദുർനടപ്പുകാരനായി ജീവിച്ചു. അതായത് അവന് അപ്പൻ നൽകിയ അനുഗ്രഹങ്ങൾ അവൻ ദൂർത്തടിച്ചു. അവൻ പാപം ചെയ്യാൻ വിനിയോഗിച്ചു. ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത കഴിവുകൾ നാം പാപത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടോ? ദൈവം നൽകിയ സമ്പത്ത് പാപത്തിന് വേണ്ടി നാം ചിലവഴിച്ചിട്ടുണ്ടോ? ദൈവം നൽകിയ ബുദ്ധി പാപത്തിന് വേണ്ടി, ദുർനടപ്പിന് വേണ്ടി നാം ചിലവഴിച്ചിട്ടുണ്ടോ? ദൈവം നൽകിയ ആരോഗ്യം നാം പാപം ചെയ്യാൻ, ദുർനടപ്പിനായി ഉപയോഗിച്ചിട്ടുണ്ടോ? ദൈവം നൽകിയതല്ല നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്? ദൈവം നൽകിയ സകലതും നാം ദൈവമഹത്വത്തിനായിട്ടാണോ അതോ പാപത്തിന് വേണ്ടിയാണോ ഇത്രയും നാം ചിലവഴിച്ചത്? ശരിക്കും പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഈ ഉപമയിലൂടെ, കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുന്ന ഈ മുടിയനായ, ധൂർത്തനായ, കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ ഈ മകനേക്കാൾ എത്രയോ നീചമായ ജീവിതം നയിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പാപത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടോ? ഇവിടെ അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. മാത്രമല്ല, വസ്തു നാനാവിധമാക്കി കളഞ്ഞു, ദൂർത്തടിച്ചു കളഞ്ഞു. അപ്പനിൽ നിന്ന് കിട്ടിയതെല്ലാം അവൻ നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് ദൈവം നമുക്ക് ദാനമായി നൽകുന്ന സകലതും നാം പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടു. നമുക്കറിയാം, ദൈവം ആകാശവും ഭൂമിയും ഭൂമിയിലുള്ള സകലതും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഇതിൻ്റെ മേൽ ആധിപത്യം നൽകി. ഭൂമിയെ അടക്കി വാഴുവാൻ ദൈവം മനുഷ്യന് അധികാരം നൽകി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ ദൈവം നൽകിയതെല്ലാം പാപത്തിലൂടെ പിശാച് അവകാശമാക്കി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ പിശാച് അവകാശം പറയുന്നുണ്ട്, ഈ കാണുന്നതെല്ലാം എൻ്റെ സ്വന്തമാണ്, നീ എന്നെ നമസ്കരിച്ചാൽ ഇത് നിനക്ക് ഞാൻ തരാമെന്ന് യേശുവിനോട് പറയാണ്. ഇതിൻ്റെ സൃഷ്ടാവായ ദൈവത്തോടാണ് പറയുന്നത്. ഇതെങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാനാവിധമായി പോയി? മനുഷ്യൻ ഇവിടെ ദുർനടപ്പ്, പാപം ചെയ്തതിലൂടെ, പാപത്തിലൂടെ അവൻ്റെ വസ്തു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അപ്പൻ നൽകിയ സമ്പത്ത് നാനാവിധമാക്കി കളഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇന്ന് പരിശോധിക്കുക. ദൈവം തന്ന അനുഗ്രഹങ്ങൾ ദൈവമഹത്വത്തിനായി നാം ചിലവഴിച്ചിട്ടുണ്ടോ അതോ പാപത്തിനായിട്ടാണോ നാം ചിലവഴിച്ചത്? ദൈവം തന്നല്ല നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ അഹങ്കരിച്ച് എൻ്റെ സമ്പത്ത്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കഴിവുകൊണ്ട് ഞാനുണ്ടാക്കി, എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കുമെന്ന് അഹങ്കാരത്തോടെ പറയുന്ന മനുഷ്യ, കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് അരുളിപ്പിച്ച് ചെയ്യുകയാണ്, ദാനമായി ലഭിച്ചതല്ല നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായി ലഭിച്ചതല്ല നിനക്ക്, നീ എന്തിന് അഹങ്കരിക്കുന്നു? ഇവിടെ ഒരു മനുഷ്യൻ്റെ അഹങ്കാരം അവൻ്റെ നാശത്തിന് കാരണമാകുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തി. അതിനടുത്ത വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്ന് തുടങ്ങി. നമ്മൾ തിരിച്ചിട്ട് ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ
എല്ലാ നാളും എപ്പോഴും സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഉണ്ടായിരിക്കണമെന്നില്ല. ജീവിതത്തിൽ ചില കഷ്ടതകൾ വരും, ചില വേദനകൾ വരും, ചില രോഗങ്ങൾ വരും. അവിടെയാണ് നാം തകർന്നു പോകുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ ദൈവം ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം അനുഗ്രഹിച്ചുയർത്തിയ ചില വ്യക്തികൾ ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയാതെ സ്വയം അഹങ്കരിച്ച്, സമ്പത്തിൽ അഹങ്കരിച്ച്, ആരോഗ്യത്തിൽ അഹങ്കരിച്ച്, മക്കളിൽ അഹങ്കരിച്ച് അവസാനം എല്ലാം തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒന്ന് മരിച്ചാൽ മതി, ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന എത്രയോ വ്യക്തി ജീവിതങ്ങൾ. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, അപ്പൻ നൽകിയ സമ്പത്ത് മുഴുവൻ ദൂർത്തടിച്ച് നശിപ്പിച്ച് നാനാവിധമാക്കി കളഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു കഠിനക്ഷാമം ഉണ്ടായപ്പോൾ അവന് ദാരിദ്ര്യം വന്നു, അവന് മുട്ടുവന്നു. അവിടെ അടുത്ത വാക്യം അവൻ്റെ ജീവിതത്തിലെ ദയനീയത കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുവനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവൻ്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. അപ്പൻ്റെ വീട്ടിൽ രാജകുമാരനെ പോലെ ജീവിച്ചവൻ ഇപ്പോൾ ഇതാ ദേശത്തെ പൗരൻ്റെ ഒരു അടിമയായി മാറി. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ അടിമയാണ്, പിശാചിൻ്റെ അടിമയായിത്തീരുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുക. ഇവിടെ ഈ ദൂർത്തനായ മകൻ, അല്ലെങ്കിൽ ഈ കാണാതെ പോയ നഷ്ടപ്പെട്ടു പോയ മകൻ, അപ്പന് നഷ്ടമായി തീർന്ന ഈ മകൻ, അവനെന്ന ദേശത്തിലെ ഒരു വ്യക്തിയുടെ അടിമയായി തീർന്നു. അതുമാത്രമല്ല, അവൻ്റെ ദയനീയമായ ജീവിതം, അവൻ പന്നികളെ മേയ്ക്കുകയാണ്. അക്കാലത്ത് ഏറ്റവും ഹീനമായ മൃഗമാണ് പന്നികൾ. അവിടെ അടിമകൾക്ക് മാത്രമാണ് പന്നികളെ മേയ്ക്കാനുള്ള അവകാശം. ഇവിടെ അവൻ ശരിക്കും പറഞ്ഞ ഒരു അടിമയായി മാറി. അപ്പനായ യജമാനനായ അപ്പനോടുകൂടെ രാജകുമാരനെ പോലെ ജീവിച്ചിരുന്നവൻ ഇപ്പോൾ ഇതാ ഒരു അടിമയെപ്പോലെ ആർക്കും വേണ്ടാത്ത ജോലി ചെയ്യുക. അതുമാത്രമല്ല, അവൻ്റെ ദയനീയമായ അവസ്ഥ അതിനടുത്ത വാക്യത്തിൽ പറയുന്നു, പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അവന് ജോലി കഠിനമാണ്, ജോലിക്ക് കൂലി പോലുമില്ല, ആഹാരം പോലുമില്ല. അതായത് പന്നിക്ക് കൊടുക്കുന്ന ആഹാരം പോലും ആരും അവന് കൊടുത്തില്ല. അവൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ദയനീയമായൊരവസ്ഥയാണ്. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിക്കണം. അപ്പൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് വിട്ടുപോയ, അപ്പൻ്റെ സമ്പത്ത് ദൂർത്തടിച്ച, സ്വർഗത്തിലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നാനാവിധമാക്കി കളഞ്ഞ, അവസാനം ഗതിയില്ലാതെ പാപത്തിൻ്റെ അടിമനുഖത്തിൽ പിശാചിൻ്റെ കയ്യിൽ ഉപകരണമായി നിത്യനാശത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം കർത്താവിൻ്റെ വചനത്തിലൂടെ, ഒരു ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുക. ഈ നാശത്തിൻ്റെ സന്തതിയായ, ദൈവം നൽകിയ, അപ്പൻ നൽകിയ സമ്പത്ത് ദൂർത്തടിച്ച ഈ മകന് ജീവിതത്തിൽ അനുഭവിക്കേണ്ട സകല വേദനകളും ദുഃഖങ്ങളും ദാരിദ്ര്യവും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ സമയം ഇവൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു നന്മ എന്ന് പറയുന്നത് അടുത്ത വാക്യത്തിൽ പറയുന്നു, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. ഇവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ വേദനയുടെ മധ്യത്തിൽ ഇവൻ അപ്പനെക്കുറിച്ച് ഓർത്തു. അവൻ്റെ മാനസാന്തരത്തിൻ്റെ ആദ്യ പടി, അവൻ്റെ നാശത്തിൻ്റെ അനുഭവത്തിൽ അപ്പനെക്കുറിച്ച് ഓർത്തു. ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതയും രോഗവും ദുഃഖവും ദാരിദ്ര്യം വരുമ്പോൾ നിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ നീ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. എനിക്കറിയാവുന്ന അനേകം വ്യക്തികൾ, പ്രത്യേകിച്ച് താമസമുള്ള ധ്യാനം കൂടാൻ വരുമ്പോൾ, ജീവിതത്തിലെല്ലാം തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ശാരീരികമായ രോഗത്താൽ, മാനസികമായി തകർന്ന്, സാമ്പത്തികമായി തകർന്ന്, ആർക്കും ഒന്നും ചെയ്യാൻ, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത, ഈ ലോകത്തിൽ ഒരു വ്യക്തികൾക്കോ ലോക ബാങ്കുകൾക്കോ സഹായിക്കാൻ കഴിയാത്ത
തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ധ്യാനം കൂടാൻ കടന്നു വരുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയില്ലാതെ ജീവിതം നരകതുല്യമായി ആയിക്കഴിഞ്ഞ ആ സമയത്ത് പോലും ഈ സത്യദൈവത്തെ അന്വേഷിക്കാതെ ഇവർ അന്യദൈവയുടെ പിന്നാലെ പോയി. ചില മന്ത്രവാദികളുടെയും കൂടോത്രക്കാരും പിറകെ പോയി. ചില ജ്യോത്സ്യന്മാരുടെയും പ്രശ്നം വയ്ക്കുന്നവരുടെയും കബഡി നിരത്തുന്ന പിറകെ പോയി പരിഹാരം അന്വേഷിച്ചവരാണ്. ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ, ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ നമ്മെ രക്ഷിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയാൻ കഴിയാതെ ലോകപ്രകാരം ലോകത്തിൻ്റെ ജാതികളുടെ അനുകരണത്തിലൂടെ ഇന്ന് അനേകം പേര് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ അലയുകയാണ്. ഇവിടെ ധൂർത്തനായ ഈ മുടിയനായ പുത്രൻ ചെയ്തത്, അവൻ ആ നിമിഷം അവൻ്റെ തകർച്ചയുടെ അങ്ങേ അറ്റത്ത് അവൻ്റെ ജീവിതത്തിലെല്ലാ രീതിയിലും അവൻ അവസാന നിമിഷം വരെയും ദാരിദ്ര്യം, ദുഃഖം, വേദന അനുഭവിക്കുമ്പോൾ അവൻ അപ്പനെക്കുറിച്ച് ഓർത്തു. ജീവിതത്തിൽ ആരാണോ വേദനയുടെ മധ്യത്തിൽ, രോഗത്തിൻ്റെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ, കടബാധയുടെ മധ്യത്തിൽ സൃഷ്ടാവായ പിതാവായ സ്വർഗത്തിലെ അപ്പനെക്കുറിച്ച്, സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് ആര് ചിന്തിക്കുന്നോ അത് ആ വ്യക്തിയുടെ മാനസാന്തരത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആദ്യ പടിയാണ്. ഇവിടെ അവൻ സുബോധം വന്നിട്ട് അപ്പനെക്കുറിച്ച് അവൻ ചിന്തിച്ചു. അതുമാത്രമല്ല, വീണ്ടും അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. അവൻ അപ്പനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, അവൻ അപ്പൻ്റെ അടുക്കിലേക്ക് ചെല്ലും, ഞാൻ മടങ്ങി ചെല്ലുമെന്നവൻ തീരുമാനമെടുത്തു. തീരുമാനമെടുക്കുക മാത്രമല്ല, അവൻ വീണ്ടും വീണ്ടും അവൻ്റെ മനസ്സിൽ പറഞ്ഞു, അവൻ ആവർത്തിച്ച് പറഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന, രോഗം വന്ന്, കഷ്ടത വന്ന്, ദാരിദ്ര്യം വന്ന്, സമാധാനവും സന്തോഷമില്ലാതെ ജീവിതം തകർന്ന് നാശത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുമ്പോൾ നമ്മൾ ഏറ്റു പറയേണ്ട പ്രത്യാശയുടെ വാക്കുകളാണിത്. എനിക്കൊരപ്പനുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ സൃഷ്ടാവായ, എൻ്റെ രക്ഷിതാവായ, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ഞാൻ ചെല്ലും. ഞാൻ അപ്പനോട് ഞാൻ സ്വർഗത്തോട് എതിരായും പാപം ചെയ്തു പോയെന്ന് ഞാൻ പറയും. ഇത് ഇവൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അവന് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ദൈവം അവന് കൃപ നൽകി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്ന വ്യക്തിയാണോ? പലപ്പോഴും നമ്മുടെ പ്രത്യാശയുടെ വചനങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? രോഗത്തിൻ്റെ മധ്യത്തിൽ കിടന്നുകൊണ്ട്, ഈ രോഗം എന്നെ കൊണ്ട് പോവും, ഇതെൻ്റെ ജീവിതത്തിൽ ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വാതിലാണ്, പടിയാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ രോഗമുണ്ടെങ്കിൽ, കഷ്ടതയുണ്ടെങ്കിൽ, ദാരിദ്ര്യമുണ്ടെങ്കിൽ എന്നെ വീണ്ടെടുക്കാൻ, എന്നെ രക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ആര് ചിന്തിക്കുന്നോ ആ വ്യക്തിയുടെ ജീവിതം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോയി. അതായത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞ്, ഞാൻ പ്രത്യാശയോടെ അത് വീണ്ടും വീണ്ടും ഏറ്റുപറയുമ്പോഴാണ് എനിക്കെൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ധൂർത്തനായ മകൻ അവൻ അപ്പൻ്റെ അരികിലേക്ക് ചെന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോയി. ദൂരെ തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഇവിടെ ഇവന് പരിഭവം ഉണ്ടാകും. കാരണം അപ്പനിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങിയിട്ടാണ് അവൻ പോകുന്നത്. തിരിച്ചെന്നാൽ അപ്പൻ സ്വീകരിക്കുമോ? ഒരു മകനായിട്ട് എന്തായാലും സ്വീകരിക്കില്ല. എന്നാൽ ഒരു കൂലിക്കാരനെ പോലെ, ഒരു വീട്ടിലൊരു അടിമയെപ്പോലെ, അവിടെ എത്രയോ അടിമകൾ തിന്ന്
സുഖിച്ച് ജീവിക്കുന്നു. അതിലൊരാളെ പോലെയെങ്കിലും എനിക്ക് കഴിഞ്ഞാൽ മതി എന്നുള്ള മനോഭാവത്തോടെ അവൻ മടങ്ങി ചെല്ലുമ്പോൾ ഇതാ അപ്പൻ്റെ സ്നേഹം വർദ്ധിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് പാപിയെ സ്നേഹിക്കുന്ന, പാപിക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകുന്ന അപ്പൻ്റെ സ്നേഹമാണ്. ഇവിടെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോയി. ദൂരെ നിന്ന് അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അപ്പോൾ ഈ മകൻ്റെ വരവിന് വേണ്ടി അപ്പൻ എത്രമാത്രം ആഗ്രഹിച്ച് ദാഹിച്ച് കാത്തിരുന്നിട്ടുണ്ടായിരിക്കും. എത്രയോ നാളുകൾ, എത്രയോ മാസങ്ങൾ, എത്രയോ വർഷങ്ങൾ എൻ്റെ മകൻ മടങ്ങി വരുമെന്നുള്ള വലിയ ബോധ്യത്തോടെ ഈ അപ്പൻ ഈ മകന് വേണ്ടി കാത്തിരുന്ന് കാണും. ഇതുപോലെയാണ് പാപത്തിൽ വീണുപോയ, പിശാചിൻ്റെ കയ്യിൽ ഉപകരണമായി നിത്യനാശത്തിന്, നിത്യനരകത്തിന് അടിമയായ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിച്ചാൽ നാം പാപത്തിൽ നിന്ന് വീണ്ടും പാപത്തിലേക്ക്, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, പിശാചിൻ്റെ അടിമ മുഖത്തിലേക്ക് നാം പോകുമ്പോൾ നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി, നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആർദ്രമായ സ്നേഹം നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? ഇവൻ അപ്പൻ്റെ അരികിൽ ചെന്നിട്ട് അപ്പനോട് പറയുകയാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അതായത് അപ്പൻ്റെ മുന്നിൽ അവൻ കുമ്പസാരിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ പാപം പൊറുക്കുന്ന, നമുക്ക് നിത്യരക്ഷ നൽകുന്ന, നിത്യജീവൻ നൽകുന്ന ആ സ്വർഗത്തിലെ പിതാവായ ദൈവം നമ്മുടെ സകല പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ വീണ്ടെടുക്കും, നമുക്ക് പാപമോചനം നൽകും, നമുക്ക് നിത്യരക്ഷ നൽകും എന്നുള്ള ആ വലിയ ബോധ്യം ഇവിടെ കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ നീ യോഗ്യനല്ല എന്ന് ഈ മകൻ വേദനയോടെ പറയുമ്പോൾ അപ്പൻ തൻ്റെ ദാസന്മാരോട് പറയുകയാണ്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിപ്പിക്കുവിൻ. അതായത് അപ്പൻ ഇവനെ സ്വന്തം മകനായി സ്വീകരിക്കുക. ഒരു പാപി അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മകനായി മാറുകയാണ്, അപ്പൻ്റെ മകനായി മാറുകയാണ്. ഇവിടെ വീണ്ടും അപ്പൻ പറയുകയാണ്, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവിൻ, നാം തിന്ന് ആനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അനുദപിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവം സന്തോഷിക്കുന്നു, ദൂതന്മാർ സന്തോഷിക്കുന്നു, സ്വർഗത്തിൽ വലിയൊരു ആനന്ദമുണ്ടാകുന്നു. ഇവിടെ ഈ മുടിയനായ പുത്രൻ, ഈ ദൂർത്തനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ്റെ സന്തോഷമാണ് മാനസാന്തരപ്പെടുന്നൊരു വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്തോഷം. അതിനെ പറയുന്നു, 99 നീതിമാന്മാരെക്കാൾ ഉപരിയായി പാപിയാണെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട്, ദൂതന്മാരുടെ വലിയ സന്തോഷമുണ്ട്, പിതാവായ ദൈവത്തിന് വലിയ സന്തോഷമുണ്ട്. നമുക്കെങ്ങനെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കും? പാപം ചെയ്ത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദന മാത്രം നൽകിയ, ദൈവത്തിൻ്റെ കണ്ണുനീര് വീഴാൻ കാരണമായ, പാപത്തിൻ്റെ അടിമനോകത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കും? ആ മുടിയനായ പുത്രനെ പോലെ, ദൂർത്തനായ പുത്രനെ പോലെ, അപ്പാ, സ്വർഗത്തിനെതിരായി, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയെന്ന് പറഞ്ഞ് ഒരു സത്യകുമ്പസാരത്തിലൂടെ പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ തീരുമാനമെടുത്താൽ മാനസാന്തരത്തിലൂടെ നാം അനുഗ്രഹിക്കപ്പെടുകയാണ്. മുടിയനായ പുത്രനെ പോലെ അപ്പൻ്റെ മകനെന്നുള്ള അവകാശത്തോടെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്കൊരു തീരുമാനം എടുക്കാം.
ഈ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ഏതെല്ലാം പാപം ചെയ്ത് ഏതെല്ലാം രീതിയിൽ ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അത്രമാത്രം ഞാൻ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഞാൻ പാപം ഏറ്റുപറഞ്ഞൊരു വിശുദ്ധ ജീവൻ നയിക്കുമെന്ന് തീരുമാനമെടുക്കാം. മാനസാന്തരത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ ഈ നോമ്പിൽ വലിയ അനുതാപത്തോടെ ഒരു സത്യകുംഭസാരം നടത്തി ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ചെയ്തു പോയ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാൻ കർത്താവിൻ്റെ വചനം പറയുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം, നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസന നീതിമാനുമാകിയാൽ അവൻ നമ്മുടെ സകല പാപം ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനാണ്, നീതിമാനാണ്. ആ വിശ്വസ്തനായ നീതിമാനായ അപ്പൻ്റെ മുമ്പാകെ അപ്പ ഞാൻ പാപം ചെയ്തു പോയെന്ന് സമ്മതിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുവാൻ തീരുമാനമെടുക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, മുടിയനായ പുത്രനെ പോലെ അനുതാപ ഹൃദയത്തോടെ അപ്പാ സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയെന്ന് സമ്മതിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവേ നിന്നിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ച് നാശത്തിൻ്റെ പടുകുഴിയിൽ ശാരീരികമായി മാനസികമായി തകർന്ന് സാമ്പത്തികമായി തകർന്ന് ഡോക്ടർമാർ ഉപേക്ഷിക്കപ്പെട്ട് വൈദ്യശാസ്ത്രം കൈവിട്ട് ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന അവസ്ഥയിൽ ആരെങ്കിലും ഇത് സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ, ആനന്ദം അനുഭവിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവേ വചന ശുശ്രൂഷ മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവെ നശിച്ച നരകത്തിൽ പോകാൻ അനുവദിക്കരുത്. കർത്താവെ ഈ ചെറിയവർ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ എല്ലാവർക്കും എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം കർത്താവെ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുതാപത്തിലൂടെ മാനസാന്തരത്തിലൂടെ നിത്യരക്ഷയിലേക്ക് നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി അനുതാപത്തിന് വേണ്ടി ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥനായിട്ടർവയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വമെടുത്തിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.